വിശ്വസ്തത എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുവാൻ ഉള്ള ഒന്നാണ് പ്രിയരെ. ആമേൻ. അവിശ്വസ്തത കാണിക്കുവാനുള്ള സാഹചര്യവും അവസരവും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുങ്ങി വരും. ആരും നിങ്ങളെ കാണാത്ത സാഹചര്യം, ആരും നിങ്ങളെ അറിയാത്ത സാഹചര്യം, ആരും അത് കണ്ടില്ല, ആരും അത് അറിഞ്ഞില്ല, ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് മുകളിൽ, നിങ്ങളുടെ ശിരസിന് മുകളിൽ 2 കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അവന്റെ പുസ്തകത്തിൽ അവൻ അത് എഴുതുന്നുണ്ടായിരുന്നു. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു പ്രിയരെ. അവൻ അറിയാതെ തലയിൽ ഒരു മുടിനാര് പോലും പൊടിയുന്നില്ല. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ വിശ്വസ്തത, എന്റെ വിശ്വാസം എന്റെ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് തെളിയിക്കുവാനുള്ള ഒന്നാണ്. അത് തെളിയിച്ച പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പാപം ചെയ്യാൻ നിനക്ക് അവസരം ലഭിച്ചിട്ടും, തെറ്റ് ചെയ്യാൻ നിനക്ക് അവസരം ലഭിച്ചിട്ടും, ആ അവസരത്തെ നീ വിട്ടോടുമ്പോൾ നീ ഓടുന്നത് ആമീൻ ആമീൻ ഒരു സിംഹാസനത്തിലേക്കാണ് എന്ന സത്യം നീ അറിയണം. ജോസഫ് പൊത്തീഫറിന്റെ ഭാര്യയുടെ മുറിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുന്നത് നമ്മൾ കരുതി അത് ജയിലിലേക്കാണെന്ന്. അവൾ അവനെ ജയിലിലിട്ടു, സത്യം. പക്ഷെ അല്ല പ്രിയരെ, അല്ലല്ലല്ല, അത് ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററായി ജോസഫിനെ ഉയർത്തുവാനുള്ള അധികാരത്തിന്റെ കസേരയിലേക്കുള്ള ഓട്ടമായിരുന്നു. അത് ദൈവത്തിന് മാനിക്കാനുള്ള ഓട്ടമായിരുന്നു. പാപത്തോട് വിട പറഞ്ഞോട്, തിന്മയോട് വിട പറഞ്ഞോട്, അശുദ്ധിയോട് വിട പറഞ്ഞോട്, അടയ്ക്കേണ്ട വാതിലുകളെ അടയ്ക്ക്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്ക്, വിട്ടറിയേണ്ടതിനെ വിട്ടറിയ, നല്ലവനും വിശ്വസ്തനുമായ ദാസിയായി ജീവിക്കാൻ ജീവിതത്തെ ഏൽപ്പിക്ക്. അങ്ങനെയാണെങ്കിൽ ബൈബിൾ നിങ്ങളോട് പറയുന്നു, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും.